നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എങ്ങനെ നമ്മൾ എക്സ്ചേഞ്ച് ഓണിലേക്ക് USDT ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് 100 USDT മിനിമം ചെയ്യണം എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നേരെ നമ്മൾ സാപ്പിൽ പോവുക, എക്സ്ചേഞ്ച് ഓൺ തുറക്കുക. ഓക്കെ, അതിനുശേഷം തീർച്ചയായിട്ടും അത് തുറന്ന് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിന് തുറന്നതിന് ശേഷം വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഡാഷ്ബോർഡ് എടുക്കുക. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, OTP ഇട്ട് കൊടുക്കണം. നമ്മുടെ ഇമെയിൽ ഇടുമ്പോൾ OTP വരും. അത് ഇട്ട് കഴിഞ്ഞാൽ ലോഗിൻ ആവും. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു ഡാഷ്ബോർഡാണ് വരിക നമ്മുടെ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെപ്പോസിറ്റിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെലക്ട് കോയിൻ ഉണ്ട്. സെലക്ട് കോയിനിൽ USDT സെലക്ട് ചെയ്യണം. ഓക്കെ, സെലക്ട് നെറ്റ്വർക്ക് ഉണ്ട്. അതിൽ BSE മെയിൻ നെറ്റ് BEP20. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ BEP20 അഡ്രസ്സിലുള്ള USDT ആണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ BEP20 എന്നുള്ള അഡ്രസ്സിൽ എടുത്തിട്ട് വേണം ഇവിടേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഇവിടുന്ന് അഡ്രസ്സ് കോപ്പി ചെയ്യാം. നേരെ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, ബിനാൻസിൽ നിന്നാണെങ്കിൽ ബിനാൻസിൽ പോവുക, സെറ്റിൽ പോവുക, ഫണ്ടിങ് സ്പോട്ട് എവിടെയാണെന്ന് വെച്ചാൽ പോവുക, വിഡ്രോ കൊടുക്കുക. അല്ലേ, വിഡ്രോ കൊടുക്കുന്ന ഏതാണ് നമുക്ക് അവിടേക്ക് കൊണ്ടുപോകേണ്ടത്, USDT സെലക്ട് ചെയ്യാം. ഓക്കെ, സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക്. ബിനാൻസിൽ നിന്നാണെങ്കിലാണ് ഇങ്ങനെ ഇവിടെ നമ്മൾ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നേരെ BNB സ്മാർട്ട് ചെയിൻ BEP20 കണ്ടില്ലേ, ഈ അഡ്രസ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ 100 ആണെങ്കിൽ 100 അടിച്ചു കൊടുക്കാം. ഓക്കെ, 100 അടിക്കുക. ഇവിടെ ഫീസ് ഇല്ലാത്തതിൻ്റെ 100 തന്നെ അവിടെ കിട്ടും, കണ്ടില്ലേ. അതിന് ശേഷം വിഡ്രോ കൊടുക്കാം. വിഡ്രോ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം OTP ഉണ്ടാവും, മെയിലിൽ OTP വരും. അത് കൊടുത്തിട്ട് വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് നേരെ എവിടേക്ക് എത്തും, എക്സ്ചേഞ്ച് ഓണിലേക്ക് എത്തും. ഇവിടേക്ക് എത്തിയതിന് ശേഷം നമുക്ക് ഇവിടെ പാക്കേജൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ 3 പോയി കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻസ് പാക്കേജ് ഓൾറെഡി ഞാൻ ഇത് ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുമ്പോൾ ഇവിടെ കണ്ടില്ലേ, പൂള് 100 ഇവിടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാലൻസ് ഇവിടെ കാണിക്കും. ആ ബാലൻസ് ഇവിടെ ഉണ്ടെങ്കിൽ അടിയിൽ ജസ്റ്റ് കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് തരണമാണ് കാണിക്കാത്തത്. അപ്പോൾ അടിയിൽ നമ്മൾ സബ്സ്ക്രൈബ്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബായിട്ട് കിട്ടും നമുക്ക്. ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യാം. പിന്നീട് നമ്മുടെ ക്യൂവിലായിരിക്കും നമ്മുടെ സമയം വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ട്രേഡ് ചാലോ. ഓക്കെ.